ഹായ്, അപ്പം നമുക്കിന്ന് കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ പാർട്സൊക്കെ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി. ഇതിന് കുറച്ച് വേവുള്ള സാധനങ്ങൾ നമുക്ക് ഫസ്റ്റ് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ അതിലിടാം. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആദ്യമായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റുക. ഉപ്പൂടെ ചേർക്കുക. നന്നായിട്ട് വാടി വന്ന ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മസാല വഴറ്റിയെടുക്കുക. അതിനുശേഷം കുക്കറിൽ വേവിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുക്കറിൽ വേവിക്കാത്ത ചില ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ഉള്ളി വാട്ടിയതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കുക. അതൊന്ന് വെന്ത ശേഷം നമുക്ക് കരൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഇട്ട് കൊടുക്കാം. അതുപോലെ എഗ്സ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ.